ഗുരുവായൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ലക്ഷ്യം വെച്ച് വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നുവെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് സിപിഎം ഗുരുവായൂർ നിയോജക മണ്ഡലം സെക്രട്ടറി സി. സുമേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബി. ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പ്രസംഗം ഗുരുവായൂരിൽ വിലപ്പോവില്ല. നാടിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സാഹോദര്യവും തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. ഗുരുവായൂരിന്റെ സാമൂഹ്യ നവോത്ഥാന പോരാട്ടത്തിൽ ഒരു പങ്കുമില്ലാത്ത സംഘപരിവാർ ഇപ്പോൾ മേനി നടക്കുന്നത് ജനങ്ങളുടെ കബളിപ്പിക്കലാണ്. നഗരസഭയും സംസ്ഥാന സർക്കാരുമാണ് ഗുരുവായൂരിലെ വികസനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഗുരുവായൂരിലെ വികസനങ്ങളിൽ ബി.ജെ.പിക്ക് ഒരു പങ്കുമില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ബി. ഗോപാലകൃഷ്ണൻ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രസംഗം ഗുരുവായൂരിൽ വിലപ്പോവില്ലെന്നും ജനങ്ങൾ തള്ളിക്കളയുമെന്നും സുമേഷ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചട്ടം വന്നിരിക്കെ, ഇന്ത്യയുടെ നിയമം വന്നിരിക്കെ അതിനെല്ലാം അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് ഗോപാലകൃഷ്ണൻ്റെ പ്രസംഗത്തിലൂടെ ബി.ജെ.പി. മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ സമാധാനപരമായ എല്ലാ മതസ്ഥരും ഏക മനസ്സോടുകൂടി സാഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു മണ്ണിനെ കലാപഭൂമിയാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണിത് എന്ന കാര്യം നമുക്കെല്ലാം അറിയാം. ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള മനോഭാവമാണ് ഗുരുവായൂരിലെ എല്ലാ ജനതയ്ക്കും ഉള്ളത്.